നിങ്ങളുടെ റിട്ടയർമെൻ്റ് ഏജ് ഏതായാലും റിട്ടയർമെൻറ്റിന് ശേഷവും വിശ്രമജീവിതം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. വിശ്രമജീവിതം തുടങ്ങിയാൽ നിങ്ങൾ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ശവസംസ്കാരം പിന്നീട് നടക്കുള്ളൂ, പക്ഷെ മരിച്ചിരിക്കുക. അങ്ങനെ ജീവിക്കരുത്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, മരണം വരെ ചെയ്യണം. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാവരെയും ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിലും കർത്താവ് അതിശക്തമായി നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. ഓരോ ദിവസവും അന്നത്തെ ആപ്തവാക്യം, അന്നത്തെ ഗിവൺ വേർഡ്, അതിൽ നിന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. നമ്മൾ വചനം പഠിക്കുന്നത് ഇന്നും അതുപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കർത്താവിനെ ആരാധിക്കും, ഇതെല്ലാം നടക്കും. അതിനു മുമ്പ് എല്ലാവരെയും വീണ്ടും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. നാളെ നമ്മുടെ സൺഡേ സർവീസ് നടക്കുന്നു. സോ പവർഫുൾ സൺഡേ ഗ്യാതറിംഗ് ആണ്. അതിലേക്ക് എല്ലാവരും പ്രത്യേകം വരിക. അപ്പോൾ തന്നെ April 4th നമുക്ക് സെലിബ്രേഷൻ ഓഫ് ദ ക്രോസ് എന്ന് പറയുന്ന പവർഫുൾ മീറ്റിംഗ് നമ്മൾ ട്രിവാൻഡ്രം പട്ടണത്തിൽ വെച്ച് നടക്കുന്നു, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നത്. സോ അതിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മുടെ വെക്കേഷൻ ബൈബിൾ സ്കൂൾ സമ്മർ സ്പ്ലാഷ് ഈ ദിവസങ്ങളിൽ നടക്കുന്നു. അപ്പോൾ തന്നെ ടീൻസിന് വേണ്ടിയുള്ള ചില മീറ്റിംഗ്സ് നടക്കുന്നു. സോ ഒത്തിരി മീറ്റിംഗ്സ് നടക്കുന്ന ഒരു സീസണാണ്. ഇതിനെല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. നിങ്ങളെ തന്നെ നിങ്ങളുടെ മക്കളെ അയക്കുക. ചില മീറ്റിംഗ്സിൽ നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കർത്താവിന് വേണ്ടി ഈ ഒരു സീസണിൽ നമുക്ക് നിൽക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ്സ് ആദ്യമാക്കിയ ഒരു കീ സ്പോൺസറുണ്ട്. എറണാകുളത്ത് നിന്നൊരു വെൽവിഷറാണ്. നമുക്ക് ഒരുമിച്ച് ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് അനുഗ്രഹം കർത്താവ് ഈ സിസ്റ്ററും കുടുംബത്തിൻ്റെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് മുണ്ടക്കയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ, മുണ്ടക്കയത്തിൽ ഉള്ള പരിസരത്തിലുള്ള സകല പ്രദേശങ്ങളിലും റിവൈവൽ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം മൂന്നാറിൽ ഉണർവ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ പാട്ടുകൾ പാടി. മുണ്ടക്കയത്തിൽ കർത്താവ് അതുപോലെയുള്ള ചില റിവൈവൽ വേവ്സ് ഞങ്ങൾ കാണട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മുണ്ടക്കയം ബ്ലെസ്സിങ് സെൻറ്റർ അനുഗ്രഹിക്കുന്നു. അവിടെയുള്ള എല്ലാ അംഗങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുണ്ടക്കയം ആ ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. അപ്പോൾ തന്നെ ഈ സിസ്റ്ററേയും കുടുംബത്തെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ് ഫോർ ലിസണിങ് ടു അവർ പ്രയർ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കാം. അതിനുശേഷം വചന സന്ദേശം കേൾക്കാം. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ, നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ, നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. നിത്യസ്നേഹമേ, നിലനിൽക്കും സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. ഓ യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല, ഒറ്റയ്ക്ക് വിടുകയില്ല,
മടുത്തു മാറുകയില്ല അന്ത്യം വരെ ആ ചൂടുമതി യേശുവൻ്റെ കൂടെ മതി ഓ അന്ത്യം വരെ ആ ചൂടുമതി ഓ യേശുവൻ്റെ കൂടെ മതി അന്ത്യം വരെ ആ ചൂടുമതി യേശുവൻ്റെ കൂടെ മതി. വെൽക്കം ബാക്ക്. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. വളരെ പെട്ടെന്ന് ഇന്ന് മാർച്ച് 21 സാറ്റർഡേ. അതിൽ കൊടുത്തിരിക്കുന്ന ഫോക്കസ് വേർഡ് നോക്കുക, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. ഇതൊരു ഹെവി ആയിട്ടുള്ളൊരു വാക്കാണ്, ഉത്തരവാദിത്വം. എല്ലാവരും ടൈപ്പ് ചെയ്തിടുക, റെസ്പോൺസിബിലിറ്റി. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 4-5. ഈച്ച് വൺ ഷുഡ് ടെസ്റ്റ് ദെയർ ഓൺ ആക്ഷൻസ്. ഓരോരുത്തരും സ്വന്തം പ്രവൃത്തിയെ പരിശോധിക്കട്ടെ. ദെൻ ദേ ക്യാൻ ടേക്ക് പ്രൈഡ് ഇൻ ദെംസെൽവ്സ് അലോൺ. അങ്ങനെയെങ്കിൽ അവർക്ക് സ്വന്തം പ്രവൃത്തികളിൽ അവർക്ക് അഭിമാനം കൊള്ളാൻ സാധിക്കും. വിതൗട്ട് കമ്പയറിങ് ദെംസെൽവ്സ് ടു സമൺ എൽസ്. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താതെ. ഫോർ ഈച്ച് വൺ ഷുഡ് ക്യാരി ദെയർ ഓൺ ലോഡ്. ഓരോരുത്തരും സ്വന്തം ഭാരം ചുമക്കട്ടെ. വാവ്, ഇതൊരു ഭയങ്കര വചനമാണ്. ഇതിൽ ഒത്തിരി പേര് നന്നാവും. ഒത്തിരി പേരുടെ ജീവിതം ശരിയാകാൻ സാധ്യതയുള്ളൊരു വചനമാണിത്. ഡെക്ലറേഷൻ, പ്രഖ്യാപനം നോക്കിയേ. ഐ ടേക്ക് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഫോർ വാട്ട് ഗോഡ് ഹാസ് എൻട്രസ്റ്റഡ് ടു മീ. എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നതിന് ഞാൻ വ്യക്തിപരമായി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഫെയ്ത്ത്ഫുൾനെസ് മേക്സ് മീ ഫ്രൂട്ട്ഫുൾ. വിശ്വസ്തത എന്നെ ഫലമുള്ള വ്യക്തിയാക്കി മാറ്റുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് ദയവായി വായിച്ച് ടിക്ക് ചെയ്യുക. റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ 4 കാര്യം പറയും. 4 ഡിവൈഡ് ചെയ്ത് വെക്കുക. പേജ് നമ്പർ 1. റെസ്പോൺസിബിലിറ്റി ബിഗിൻസ് വിത്ത് സെൽഫ് എക്സാമിനേഷൻ. സ്വയപരിശോധന അല്ലെങ്കിൽ ആത്മപരിശോധന കൊണ്ടാണ് ഉത്തരവാദിത്വം തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഉത്തരവാദിത്വം തുടങ്ങുന്നത് ആത്മപരിശോധനയിലാണ്. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കുക. മറ്റുള്ളവർ എന്നെ പരിശോധിക്കുന്നുണ്ട്, ഞാൻ എന്നെ തന്നെ പരിശോധിക്കുമ്പോൾ അതിലാണ് തുടങ്ങുന്നത്. Paul instructs believers to test their own actions. പൗലോസ് വിശ്വാസികളെ നിർദ്ദേശിക്കുന്നത് എന്താണ്? ടു ടെസ്റ്റ് ദെയർ ഓൺ ആക്ഷൻസ്. അവരവരുടെ സ്വന്തം പ്രവൃത്തികളെ പരിശോധിക്കാനാണ് പറയുന്നത്. സ്വന്തം പ്രവൃത്തികളെ ഞാൻ തന്നെ പരിശോധിക്കുക, എൻ്റെ പ്രവൃത്തികളെ. ബിക്കോസ് സ്പിരിച്വൽ മെച്യൂരിറ്റി ബിഗിൻസ് വെൻ എ പേഴ്സൺ സ്റ്റോപ്സ് ബ്ലെയിമിങ് അതേഴ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എക്സാമിനിങ് ദെയർ ഓൺ ലൈഫ്. ഓ മൈ ഗോഡ്. ഈ ആത്മീയ പക്വത, ഒരു വ്യക്തിയുടെ പക്വത ഉണ്ടാകുന്നത് എപ്പോഴാണ്? മറ്റുള്ളവരുടെ ജീവിതം പരിശോധിക്കുന്നതിന് പകരം എൻ്റെ ജീവിതവും എൻ്റെ ആക്ഷൻസും പരിശോധിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ലമന്റേഷൻസ് 3:40, വിലാപങ്ങൾ 3:40. ലെറ്റ്സ് എക്സാമിൻ അവർ വേയ്സ് ആൻഡ് ടെസ്റ്റ് ദം. അവിടെയും പറയുന്നുണ്ട്, ലെറ്റ്സ് എക്സാമിൻ അവർ വേയ്സ് ആൻഡ് ടെസ്റ്റ് ദം. നമുക്ക് നമ്മുടെ വഴികളെ പരിശോധിക്കാം, അതിനെ ശോധന ചെയ്ത് മനസ്സിലാക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3:40 പറയുന്നു. 2 കൊരിന്ത്യർ 13:5 പറയുന്നത്, എക്സാമിൻ യുവർ സെൽസ് ടു സീ വെദർ യു ആർ ഇൻ ദ ഫെയ്ത്ത്. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം, ഞാൻ വിശ്വാസത്തിൽ തന്നെയാണോ? രക്ഷ നഷ്ടപ്പെട്ടോന്നല്ല, രക്ഷ നഷ്ടപ്പെടില്ല, നമ്മൾ തള്ളിക്കളയാതെ. പക്ഷെ അതല്ല ഇവിടെ പറയുന്നത്. വിശ്വാസം ഇല്ലാതെ നമ്മൾ പ്രവർത്തിക്കും, അവിശ്വാസത്തിൽ ജീവിക്കും. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് പരിശോധിക്കുക. Psalm 139, 23-24. സങ്കീർത്തനങ്ങൾ 139:23-24. സെർച്ച് മീ, ഓ ഗാഡ്, ആൻഡ്
know my heart. എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. So responsibility means taking ownership of our attitudes, decisions and behavior. അപ്പോൾ എന്താണ് ഉത്തരവാദിത്വം? ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ഓണർഷിപ്പ് ഓഫ് അവർ ആറ്റിറ്റ്യൂഡ്സ്. നമ്മുടെ മനോഭാവങ്ങൾ, തീരുമാനങ്ങൾ, പെരുമാറ്റങ്ങൾ, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. നമ്മളൊക്കെ ഏദൻ തോട്ടം മുതൽ ആദം എന്താ ചെയ്തത്? നീ എന്നോടുകൂടി ഇരിക്കാൻ തന്ന ഈ വൈഫ് നിമിത്തമാണ്, ഈ ഭാര്യ നിമിത്തമാണ് ഞാനിങ്ങനെ പാപം ചെയ്തത് എന്നല്ലേ ആദം പറയുന്നത്. അതിൻ്റെ അർത്ഥം ബ്ലെയിം ഷിഫ്റ്റിംഗ് നമ്മുടെ ഒരു നേച്ചറാണ്. അവിടെ തുടങ്ങിയതാണ്. ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാതെ ഇയാൾ നിമിത്തമാണ്, ഇവൾ നിമിത്തമാണ്, അയാൾ നിമിത്തമാണ്, അപ്പൻ നിമിത്തമാണ്, അമ്മ നിമിത്തമാണ്, മക്കൾ നിമിത്തമാണ്, മാതാപിതാക്കൾ നിമിത്തമാണ്, ഇതൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് പലപ്പോഴും മനുഷ്യൻ്റെ കയ്യിലുള്ളത്. എന്നാൽ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ടേക്കിംഗ് ഓണർഷിപ്പ് ഓഫ് അവർ ആറ്റിറ്റ്യൂഡ്സ്, ഡിസിഷൻസ്, ബിഹേവിയർ, ആക്ഷൻസ് എക്സെട്ര എക്സെട്ര. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഇതിലൊക്കെ നമ്മുടെ തന്നെ മനോഭാവങ്ങൾ, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. ഒരു കണ്ണാടിയിൽ എല്ലാ ദിവസവും നോക്കുന്ന എത്ര പേരുണ്ട്? എത്രയോ പ്രാവശ്യം നോക്കുന്നത്. ചിലരൊക്കെ ബാഗിൽ തന്നെ കണ്ണാടിയാണ്. ഇപ്പോൾ കണ്ണാടി വേണ്ട, നമുക്ക് ഇതിൽ തന്നെ നോക്കാമല്ലോ. ഇതിൽ ഫ്രണ്ട് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ എന്നെ കാണാം അല്ലേ? അപ്പോൾ നമ്മൾ അതും കൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ ഒരു കണ്ണാടി ഒരിക്കലും ഒരു വ്യക്തിയുടെ മുഖത്തിൻ്റെ രൂപം മാറ്റുകയില്ല. നല്ല കണ്ണാടി ആയതുകൊണ്ട് എനിക്ക് എൻ്റെ കണ്ണിന് എൻ്റെ മുഖത്തിന് സൗന്ദര്യം വർദ്ധിക്കൂ. ചീത്ത കണ്ണാടി ആയതുകൊണ്ട് എൻ്റെ മുഖകാന്തി കുറയുമോ? നോ. കണ്ണാടി ആകെ ചെയ്യുന്നത് എന്താണോ ഞാൻ അതിനെ പ്രതിബിംബിപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തുന്നു. അപ്പോൾ അവിടെ എൻ്റെ മുഖത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിലേക്ക് എൻ്റെ ശ്രദ്ധ ആകർഷിച്ച് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്നെ സഹായിക്കുന്ന ഒരു മിററാണ്. ദൈവവചനം ഒരു മിററാണെന്ന് പറയുന്നു. ദൈവവചനം ഒരു കണ്ണാടിയാകുന്നു. സോ സെൽഫ് എക്സാമിനേഷൻ ഹെൽപ്സ് അസ് സീ ക്ലിയർലി വെയർ ഗ്രോത്ത് ഈസ് നീഡഡ്. എവിടെയാണ് വളർച്ച ആവശ്യം, എവിടെയാണ് കറക്ഷൻ ആവശ്യം, അത് കൃത്യമായി നന്നായി കാണാൻ ഈ സെൽഫ് എക്സാമിനേഷൻ എന്നെ സഹായിക്കുന്നു. സ്വയപരിശോധന ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ് ഈ പറഞ്ഞത്. എഴുതുക. നമ്പർ 2, റെസ്പോൺസിബിലിറ്റി റിജക്ട്സ് കമ്പാരിസൺ. അതുപോലെ ഈ ഉത്തരവാദിത്തമാണ് റിജക്ട്സ് കമ്പാരിസൺ. താരതമ്യങ്ങളെ നിരസിക്കുന്നു. ഉത്തരവാദിത്വം താരതമ്യപ്പെടുത്തലുകളെ നിരസിക്കുന്നു. ഉത്തരവാദിത്തമുള്ളവർക്ക് ഒരിക്കലും അവരെന്ത് ചെയ്യില്ല? താരതമ്യപ്പെടുത്തുന്ന പരിപാടിയില്ല. Paul says we should avoid comparing ourselves with others. നമ്മളൊരിക്കലും, പൗലോസ് പറയുന്ന കാര്യമാണ്, നമ്മളൊരിക്കലും മറ്റുള്ളവരുമായി നമ്മളെ തന്നെ താരതമ്യപ്പെടുത്തരുത്. ഇവിടെയാണ് നമ്മൾ പൊട്ടുന്നത്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തും. അതാണ് നമ്മുടെ സഹജമായ വാസന. ഇതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ബിക്കോസ് കമ്പാരിസൺ ലീഡ്സ് ടു പ്രൈഡ് when we feel superior and discouragement when we feel inferior. നാം നമ്മെ തന്നെ വേറെ വ്യക്തികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, ചില സമയത്ത് അവരെക്കാൾ നമ്മൾ കൊള്ളാം എന്ന് തോന്നുമ്പോൾ, അവരെക്കാൾ ഞാൻ മിടുക്കനാണെന്ന് തോന്നുമ്പോൾ അകത്ത് അഹങ്കാരം ഉണ്ടാകും. ചില സമയത്ത് എന്താണ്, അവരെക്കാൾ ഞാൻ താഴെയാണെന്ന് തോന്നുമ്പോൾ ഇൻഫീരിയോറിറ്റി തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണ് കമ്പയർ ചെയ്യല്ലേ എന്ന് ബൈബിൾ പറയുന്നത്. 2 കൊരിന്ത്യർ 10:12 നോക്കുമ്പോൾ, when they measure themselves by themselves they are not wise. തമ്മിൽ താരതമ്യപ്പെടുത്തി അളക്കുമ്പോൾ അവരൊരിക്കലും ജ്ഞാനികളല്ല. റോമാലേഖനം 12:3 do not think of yourself more highly than you ought. ഭാവിക്കേണ്ടതിന് മേലെ ഭാവിച്ചുയരരുത് എന്നാണ് അവിടെ പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 21:22 ജീസസ് said to Peter, what is that to you? You must follow me. അതിന് നിനക്കെന്ത്, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പത്രോസിനോടാണ് പറയുന്നത്. ഈ കാര്യം ഞാൻ പല പ്രാവശ്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വരുന്നു. ചിലരെക്കുറിച്ചുള്ള ഫ്യൂച്ചർ പ്രവചിക്കുകയാണ്.
ഓക്കെ, ചിലരെക്കുറിച്ചുള്ള ഫ്യൂച്ചർ പ്രവചിക്കുന്നു. പത്രോസിനെ കുറിച്ച് തന്നെ പറഞ്ഞു, നീ പ്രായമാകുമ്പോൾ നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നിന്നെ കൈകെട്ടി കൊണ്ടുപോകും. അപ്പോൾ ഉടനെ പത്രോസ് ചോദിക്കും, ഇവൻ എന്ത് സംഭവിക്കും? ആർക്ക്? യോഹന്നാൻ. അവനറിയണം, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. നമുക്കറിയാറില്ലേ, ഒരു പ്രവാചകൻ വന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെക്കുറിച്ച് പറഞ്ഞു, അതിനെക്കുറിച്ച് ഇയാൾക്ക് എന്താണ്, ഇയാളുടെ ഭാവി എന്താണ്, എന്തിനാണ് താരതമ്യപ്പെടുത്തുക? എന്നേക്കാൾ വലിയ മിനിസ്ട്രി ഉണ്ടാകുമോ, എന്നേക്കാൾ വലിയ സഭ പണിയുമോ, എന്നേക്കാൾ കൂടുതൽ യാത്ര ചെയ്യുമോ, എന്താണ് അവന് സംഭവിക്കുക, അവൻ്റെ ഫ്യൂച്ചർ എന്താണ്? മുട്ടനെ കർത്താവ് പറയാം, വാട്ട് ഈസ് ദാറ്റ് ടു യു? യു മസ്റ്റ് ഫോളോ മീ. അതിന് നിനക്ക് എന്താ? പത്രോസേ, നീ അവൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. മൈൻഡ് യുവർ ബിസിനസ് എന്നായി പറയുന്നത്. അവൻ്റെ കാര്യത്തിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല. എല്ലാവരോടും പറയുക, വിശ്വാസികൾ അവരവരുടെ കാര്യം നോക്കുക. അവനെന്താവും, ഇതിനെന്താവും നോക്കരുത്, കമ്പയർ ചെയ്യരുത്. അവിടെ വഴിതെറ്റും, അവിടെ പ്രശ്നങ്ങളുണ്ടാവും. സോ ഈച്ച് പേഴ്സൺ ഹാസ് എ യുണീക്ക് പാത്ത് ആൻഡ് കോളിംഗ് ഫ്രം ഗോഡ്. ഇതിൽ നമ്മൾ അടിയുറക്കണം. ഓരോരുത്തർക്ക് അവരവരുടേതായ വിളിയും അവരവർക്കുള്ളതായ പോകേണ്ട ഒരു പാതയും ദൈവം വെച്ചിട്ടുണ്ട്. എവ്രി വൺ ഈസ് യുണീക്ക്, എവറി കോൾ ഈസ് യുണീക്ക്, എവറി മിനിസ്ട്രി ഈസ് യുണീക്ക്, എവറി ചർച്ച് ഈസ് യുണീക്ക്. അതുകൊണ്ട് കമ്പാരിസൺ ബിസിനസ് ഇല്ല. റെസ്പോൺസിബിലിറ്റി ഫോക്കസസ് ഓൺ ഫെയ്ത്ത്ഫുൾനെസ് റാദർ ദാൻ കോമ്പറ്റീഷൻ. ഇപ്പോൾ ഉത്തരവാദിത്വം എടുക്കുമ്പോൾ, നാം നമ്മുടെ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ വിശ്വസ്തതയിൽ അത് ശ്രദ്ധ കേന്ദ്രീകരിക്കും, റാദർ ദാൻ കോമ്പറ്റീഷൻ. ആരോടെങ്കിലും മത്സരിക്കുകയല്ല ചെയ്യുന്നത്, എന്നെ ഏൽപ്പിച്ചതിൽ ഞാൻ വിശ്വസ്തനാകും. ഇതാണ് അവിടെ എടുക്കേണ്ട തീരുമാനം. നമ്പർ 3, റെസ്പോൺസിബിലിറ്റി മീൻസ് ക്യാരിയിങ് യുവർ ഓൺ ലോഡ്. അതുകൂടാതെ അവിടെ പറഞ്ഞിട്ടൊരു പ്രത്യേക കാര്യമാണ്, ഉത്തരവാദിത്വം എന്നതിൻ്റെ അർത്ഥം സ്വന്തം ഭാരം ചുമക്കുക എന്നതാണ്. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയിൽ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടാൽ കുടുംബങ്ങളിൽ, സഭകളിൽ, കമ്പനികളിൽ, എവിടെ മനുഷ്യർ കൂടി വരുന്നു അവിടെയൊക്കെ ഭയങ്കരമായ സമാധാനം ഉണ്ടാകാനുള്ള കാര്യം ഞാനീ പറയുന്നത്. നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ട കാര്യം. പോൾ സേസ് ദാറ്റ് ഈച്ച് വൺ ഷുഡ് ക്യാരി ദെയർ ഓൺ ലോഡ്. പൗലോസ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്, ഓരോരുത്തൻ സ്വന്തം ഭാരം ചുമക്കട്ടെ. വേറെ സ്ഥലത്ത് പറയും തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക എന്ന് പറയുന്നത്. പക്ഷേ അത് ഒരു ഭാഗത്തുണ്ട്. പക്ഷേ മെയിൻലി നമ്മുടെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, ഞാൻ എൻ്റെ ഭാരങ്ങളെ ചുമക്കുക. ഞാനും എൻ്റെ ഭാരം എല്ലാം കൂടെ വേറൊരാളുടെ തോളിലേക്ക് കൊണ്ടുപോയി ഇടരുത്. സോ വൈൽ ബിലീവേഴ്സ് സപ്പോർട്ട് വൺ അനദർ, every person must take responsibility for their own life and calling. അപ്പോൾ believers support one another. വിശ്വാസികൾ എന്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമ്പോൾ every person must take responsibility for their own life and calling. തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മയിൽ ദൈവം വെച്ചിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാനും ഭാരങ്ങൾ ചുമക്കാനും തന്നെയാണ്. അപ്പോൾ തന്നെ ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമാകരുതെന്നൊരു ഒരു 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 ആഗ്രഹം കൂടി നമുക്ക് വേണ്ടേ? ചിലരൊക്കെ സഭയിൽ വന്നാൽ, സമൂഹത്തിലുണ്ടെങ്കിൽ അവരുടെ ചിന്താഗതി, എനിക്കൊന്നിനും മേല, എനിക്ക് ജോലി ചെയ്യാനും പറ്റില്ല, എനിക്ക് സമ്പാദിക്കാനും പറ്റില്ല, എനിക്ക് കടമുണ്ട്, ഞാൻ നിസ്സഹായനാണ്, നിങ്ങളെല്ലാവരും കൂടി എന്നെ നോക്കിക്കുക, നിങ്ങളെല്ലാവരും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളെല്ലാവരും കൂടി എൻ്റെ കടം വിട്ട്, നിങ്ങളെല്ലാവരും കൂടി എന്നെ ചുമന്നുകൊണ്ട് നടക്കും എന്ന ഭാവത്തിലാണ് പലരുടെയും ജീവിതം. എത്ര നാൾ മറ്റുള്ളവർ ഒരാളെ ചുമക്കും? അവർക്കും ജീവിക്കട്ടെ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? സോ ഇതിനെല്ലാം ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് അവരവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 6 മുതൽ 8 വരെ വായിക്കുമ്പോൾ, ലേൺ ഡിലിജൻസ് ഫ്രം ദി ആൻറ്റ്. ഉറുമ്പിൻ്റെ വീട്ടിൽ പോയി, ഉറുമ്പിൻ്റെ തറവാട്ടിൽ പോയി, കുടുംബ വീട്ടിൽ പോയി ഒരു പാഠം പഠിക്കാൻ അവിടെ പറയുന്നുണ്ട്. അവിടെ നിന്ന് അവരുടെ ഡിലിജൻസ്, കഠിനാധ്വാനശീലം കണ്ടു പഠിക്കാൻ അവിടെ പറയുന്നുണ്ടല്ലോ. അവർ വേനൽക്കാലത്ത് ആഹാരം കിട്ടുന്ന സമയത്ത് അവർ കളക്ട് ചെയ്ത് ശേഖരിച്ചു വയ്ക്കും. ശൈത്യകാലം വരുമ്പോൾ, കൊയ്ത്തില്ലാത്ത കാലം വരുമ്പോൾ അവരതെടുത്ത് ഉപയോഗിക്കും. ഉറുമ്പുകൾ ഒരിക്കലും ആർക്കും ഭാരമാവില്ല. അതിൻ്റെ ആഹാരം അത് കണ്ടെത്തി ഭാവിയിലേക്ക് കൂടെ സമ്പാദിച്ചു വയ്ക്കും. കൊലോസ് ലേഖനം 3:23 വർക്ക് അറ്റ് ഇറ്റ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആസ് വർക്കിംഗ് ഫോർ ദ ലോർഡ്. അതുകൊണ്ട്
കർത്താവിനെന്ന വണ്ണം പ്രവർത്തിച്ച് മുഴുഹൃദയത്തോടെ അധ്വാനിക്കാനാണ് പറയുന്നത്. 2 തെസ്സലോനിക്കർ 3:10 നോക്കാമോ? ഇഫ് എനിവൺ ഈസ് അൺവില്ലിംഗ് ടു വർക്ക് നൈദർ ഷുഡ് ദാറ്റ് പേഴ്സൺ ഈറ്റ്. ജോലി ചെയ്യാത്തവൻ ഭക്ഷണം കഴിക്കുകയും അരുത്. ഈ വചനം പറയുമ്പോഴെല്ലാം ഞാൻ പറയുന്നൊരു കാര്യമാണ്, കുടുംബനാഥന്മാർ, പ്രത്യേകിച്ച് ദൈവം ഒറിജിനൽ ഡിസൈൻ അനുസരിച്ച് കുടുംബനാഥന്മാർ, ഹെഡ് ഓഫ് ദ ഫാമിലി, അവരാണ് ബ്രെഡ് വിന്നേഴ്സ്. അവരാണ് കുടുംബം പുലർത്തേണ്ടത്. അവർ ജോലിക്ക് പോയി കുടുംബം പുലർത്തേണ്ടത്. സമൂഹത്തിൻ്റെ രീതികളൊക്കെ മാറിയപ്പോൾ സ്ത്രീകളൊക്കെ വർക്ക് ചെയ്യുന്നൊരു കാലമാണ്. ആയിക്കോട്ടെ, ഭാര്യയും ഭർത്താവും ജോലി ചെയ്തോട്ടെ, എന്നാലേ ഈ കാലത്ത് ജീവിക്കാൻ പറ്റും, നോ പ്രോബ്ലം. പക്ഷേ ലീഡ് എടുക്കണം, ഉത്തരവാദിത്വം എടുക്കണം. ഭർത്താക്കന്മാർ ഉത്തരവാദിത്വം എടുക്കണം, അപ്പന്മാർ ഉത്തരവാദിത്വം എടുക്കണം. എനിക്ക് വയ്യ, എനിക്ക് ജോലിയില്ലെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കയറി കിടക്കരുത്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, പുറത്തോട്ടിറങ്ങണം. ലോകം വളരെ വിശാലമാണ്, അവസരങ്ങൾ ഒത്തിരി ഇവിടെ ഉണ്ട്. എനിക്കൊരു ജോലിയും കിട്ടുന്നില്ലെന്ന് പറയരുത്. എന്തെങ്കിലും കിട്ടും. ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൻ അൺടു യു. വചനകിടപ്പിലെ ചോദ്യപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. സീക്ക് ആൻഡ് യു ഷാൽ ഫൈൻഡ്. അന്വേഷിച്ചാൽ കണ്ടെത്തും. നോക്ക് ആൻഡ് ദ ഡോർ ഷാൽ ബി ഓപ്പൺഡ്. മുട്ടിയാൽ വാതിൽ തുറക്കപ്പെടും. ഇതിനനുസരിച്ച് നമ്മളങ്ങ് ചെയ്യണം മക്കളെ. ഭാര്യമാർ, അമ്മമാർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, ചിലപ്പോൾ ഭർത്താവിൻ്റെ കാര്യം നോക്കണം, വീട്ടുകാര്യങ്ങൾ നോക്കണം. എനിക്കറിഞ്ഞില്ല, ഓരോ കുടുംബത്തിൻ്റെയും കോണ്ടെക്സ്റ്റ് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം ആരെ എന്ത് ചെയ്താൽ കാര്യം ശരിയാവും. അത് തമ്മിൽ ചെയ്തേ പറ്റൂ. കുടുംബത്തിലുള്ള ചിലർ ജോലി ചെയ്യുന്നു, ചിലർ ജോലി ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ പറയുന്നത് കിടപ്പ് രോഗികളോ അതുപോലെയുള്ള അവസ്ഥയിലുള്ളവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആരോഗ്യമുണ്ട്, ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളവർ ചെയ്തേ പറ്റൂ. ഇപ്പോൾ റിട്ടയർമെൻറ്റ് പ്രായം എത്രയാണ്? ഒന്ന് കമൻറ്റ് സെക്ഷനിലിട്ട്. 58 60 എനിക്ക് എത്രയാണെന്ന് എനിക്കറിയില്ല. 65 നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഏജ് ഏതായാലും റിട്ടയർമെൻറ്റിന് ശേഷവും വിശ്രമജീവിതം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. വിശ്രമജീവിതം തുടങ്ങിയാൽ നിങ്ങൾ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ശവസംസ്കാരം പിന്നീട് നടക്കുള്ളൂ, പക്ഷെ മരിച്ചിരിക്കുകയാണ്. ജീവൻ തീർന്നു, ക്രിയേറ്റിവിറ്റി തീർന്നു. അങ്ങനെ ജീവിക്കരുത്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മരണം വരെ ചെയ്യണം. നിങ്ങൾ ഈ മോർണിംഗ് ഗ്ലോറിയിൽ കാണുമോ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനിത് ഈ പറയുന്നതൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ടാകും. ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക. ഇപ്പോൾ പ്രായമുള്ള ചിലരുണ്ടെന്നിരിക്കട്ടെ, ഞാൻ ചില വീടുകൾ കണ്ടിട്ടുണ്ട്. പ്രായമുള്ളവർ ഒത്തിരിയൊന്നും വലിയ അധ്വാനമൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ കിച്ചണിൽ മറ്റുള്ള ആരോഗ്യമുള്ള മറ്റ് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, മക്കളോ കൊച്ചുമക്കളോ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അച്ചിങ്ങയൊക്കെ ഒന്ന് ശരിയാക്കി, കാബേജൊക്കെ ഒന്ന് അരിഞ്ഞ് ഇരിപ്പിൽ ചെയ്യാവുന്നതൊക്കെ അമ്മാമ്മയ്ക്ക് ചെയ്തു കൊടുക്കാവുന്നത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് പറ്റിയത് ചെയ്യട്ടെ. അങ്ങനെ വരുമ്പോൾ ആ കുടുംബങ്ങളിൽ എത്ര ഭയങ്കര അനുഗ്രഹമായിരിക്കും. തമ്മിലുള്ള സാഹോദര്യവും ഒക്കെ. ഗോഡ് ഗീവ്സ് ഈച്ച് പേഴ്സൺ ടാസ്ക്സ്, ഗിഫ്റ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ടു സ്റ്റ്യൂവാർഡ്. അതുകൊണ്ട് ദൈവം ഓരോരുത്തർക്ക് എന്തൊക്കെ നൽകും? ഓരോരോ ഉത്തരവാദിത്തങ്ങൾ, അവർക്ക് അതിനാവശ്യമുള്ള ഗിഫ്റ്റുകൾ എന്ന് പറയുന്ന കഴിവുകൾ, അവസരങ്ങൾ, കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് നടത്താനുള്ളതൊക്കെ ദൈവം ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നും ഫെയ്ത്ത്ഫുൾനെസ് മീൻസ് ക്യാരിയിങ് വാട്ട് ഗോഡ് ഹാസ് എൻട്രസ്റ്റഡ് ടു അസ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് കൃത്യമായി ചെയ്യുന്നതിൻ്റെ പേരാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. 4മതൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. റെസ്പോൺസിബിലിറ്റി ലീഡ്സ് ടു ഹെൽത്തി കോൺഫിഡൻസ്. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എന്തിലേക്ക് നയിക്കുന്നു? ഒരു ആരോഗ്യപരമായ ഈ കോൺഫിഡൻസ് എന്താ പറയുന്നത്? ആത്മവിശ്വാസം. ഉത്തരവാദിത്വം ആരോഗ്യകരമായ ഒരു ആരോഗ്യകരമായ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം അകത്ത് കൈവരും. So when people faithfully fulfill their responsibilities, they experience healthy satisfaction. ഞാൻ എൻ്റെ ജോലി ചെയ്യുമ്പോൾ ചുമ്മാതിരിക്കാതെ എപ്പോഴും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എൻ്റെ അകത്ത് തന്നെ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷനുണ്ട്. ഏറ്റവും കൂടുതൽ അസന്തുഷ്ടി ഉപയോഗിക്കുന്നത് ആരാണ്? അലസന്മാർ, മടിയന്മാരാണ്. ഒരു ജോലിയും ചെയ്യാതെ
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് അവരെ ഇവരെയൊക്കെ കമ്പയർ ചെയ്ത് കളിയാക്കി വിമർശിച്ചൊക്കെ നടക്കുന്ന ആളുകളാണ് അകത്ത് ഏറ്റവും കൂടുതൽ അസന്തുഷ്ടി അനുഭവിക്കുന്നത്. ഓക്കെ, സോ Paul says a person can take pride in themselves alone, meaning a quiet confidence in faithful obedience. So വിശ്വസ്തയോടുകൂടെ അനുസരിച്ച് ഉത്തരവാദിത്വത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ ഒരു അഭിമാനം തോന്നും അവരവരെക്കുറിച്ച് തന്നെ. ഞാൻ ചിലതെല്ലാം ചെയ്തു എന്നൊരു അഭിമാനം നമുക്ക് തന്നെ ഉണ്ടാകും. വചനങ്ങൾ തരാൻ പോവുക. മത്തായി 5-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിച്ച് വളരെ നന്നായി നീ നിൻ്റെ ജോലി ചെയ്തു എന്നുള്ളൊരു അഭിനന്ദനം അവിടെ കിട്ടുകയാണ്. 1 Corinthians 4:2 വായിച്ച് നോക്കി. ഇറ്റ്സ് റിക്വയർഡ് ദാറ്റ് ദോസ് ഹു ഹാവ് ബീൻ ഗിവൺ എ ട്രസ്റ്റ് മസ്റ്റ് പ്രൂവ് ഫെയ്ത്ത്ഫുൾ. ഗൃഹവിചാരകന്മാരിൽ ദൈവം നോക്കുന്നത് വിശ്വസ്തതയാണ് എന്ന് വെച്ചാൽ മനസ്സിലായോ? ഗൃഹവിചാരകത്വം ഏൽപ്പിച്ചിരിക്കുന്നവർ അഥവാ മാനേജ് ചെയ്യാൻ, പല കാര്യങ്ങളും ചെയ്ത് മാനേജ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നവരിൽ ദൈവം എന്താണ് നോക്കുന്നത്? വിശ്വസ്തത. ഗലാത്യലേഖനം 6:9 at the proper time we will reap a harvest if we do not give up. നമ്മൾ തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് വലിയൊരു കൊയ്ത്ത് ഉണ്ടാവും. ഹല്ലേലൂയ. റെസ്പോൺസിബിലിറ്റി പ്രൊഡ്യൂസേഴ്സ് ഇന്നർ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി. ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യണതില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൃത്യമായി പഠിക്കുന്നെന്നിരിക്കട്ടെ. എപ്പോഴും വീഡിയോ ഗെയിംസ് കണ്ടോ അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചോ അല്ലാതെ രീതിയിലോ അവിടെ ഇവിടെ കൂട്ടുകൂടി നടന്നോ ബൈക്കിൽ ചുറ്റിക്കറങ്ങിയോ വേണ്ടാത്തതിലെല്ലാം പോയി സമയം കളയാതെ ഉത്തരവാദിത്വത്തോടുകൂടെ അന്നത്തെ ജീവിതത്തിൻ്റെ സീസണിൽ ചെയ്യേണ്ടത് അതത് കാലത്ത് വിദ്യാർത്ഥികൾ ചെയ്താൽ, കേൾക്കുന്നുണ്ടോ, എത്ര ഭയങ്കരമായ ഒരു അകത്ത് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും, ഒരു സംതൃപ്തി ഉണ്ടാകും. എന്ത് കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല. ദൈവം അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെയ്യേണ്ട ഉത്തരവാദിത്വം കൃത്യമായും ചെയ്ത് കഴിയുമ്പോൾ അകത്ത് ഒരു ഭയങ്കര ആശ്വാസവും സമാധാനവും ഉണ്ടാവും. അകത്ത് ഒരു കോൺഫിഡൻസും ഒരു സ്റ്റെബിലിറ്റിയും സ്ട്രെങ്ത്തും ഉണ്ടാവും. അപ്പോൾ ഫെയ്ത്ത്ഫുൾ റെസ്പോൺസിബിലിറ്റി ബിൽഡ്സ് എ ലൈഫ് ദാറ്റ് ക്യാൻ എൻഡ്യൂർ. നിലനിൽക്കുന്ന, പിടിച്ചു നിൽക്കുന്ന, ലോഞ്ചിവിറ്റി ഉള്ളൊരു ജീവിതം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കെന്തുണ്ടായിരിക്കണം? വിശ്വസ്തയോടുകൂടിയ ഒരു ഉത്തരവാദിത്വ മനോഭാവം ഉണ്ടായിരിക്കണം. ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് ഈ വചനമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇന്നത്തെ നോട്ട്സ് എഴുതി മടക്കി അങ്ങനെ ആകാതെ ഓരോ ദിവസവും നമ്മളൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ഞാൻ ചിലരൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കണം, വചന ശുശ്രൂഷ അനുഭവിക്കുമ്പോൾ ഉടൻ തന്നെ ഞാനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. ഞാനൊരു തീരുമാനം എടുക്കും, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന്. ഉടൻ തന്നെ തീരുമാനം ഉണ്ടാക്കുക. ഇങ്ങനെ വേണം നമ്മൾ മുന്നിലേക്ക് പോകാൻ. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു. ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരെയും കർത്താവെ നീ സഹായിക്കുമാറാകണമേ. ആ വചനങ്ങളാണല്ലോ ഞങ്ങളിന്ന് കേട്ടത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ അതിലൂടെ ഉണ്ടാകട്ടെ, കോൺഫിഡൻസ് ഉണ്ടാകട്ടെ, സ്ട്രെങ്ത് ഉണ്ടാകട്ടെ. തിരുനാമത്തിൽ ഇപ്പോൾ ബ്ലസ് ചെയ്തിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. കർത്താവെ ബ്ലസ് ചെയ്യുന്നു, ബ്ലസ് ചെയ്യുന്നു, ബ്ലസ് ചെയ്യുന്നു. താങ്ക് യു ജീസസ്. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു, വിഷയങ്ങളുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ ഇപ്പോൾ അലട്ടുന്നത് എന്താണോ അതിൽ വലിയ വിടുതൽ കർത്താവ് കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു, അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു, ബ്ലസ് ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ സൺഡേ ആണ്, അതുകൊണ്ട് എല്ലാവരും തന്നെ വരണം. ഏതെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് സെൻറ്ററിൽ വരിക. ദൂര രാജ്യങ്ങളിലുള്ളവർ അടുത്തൊരു ബ്ലെസ്സിങ് സെൻറ്ററില്ല, നോ പ്രോബ്ലം, നിങ്ങൾക്ക് ഓൺലൈനിൽ വാച്ച് ചെയ്യാം. തിങ്കളാഴ്ചത്തെ മോർണിംഗ് ഗ്ലോറിയിൽ ഇതുപോലെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.